നമസ്കാരം. ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ചാ വിഷയമായി മാറിയിട്ടുള്ള പുതിയൊരു നിയമ ഭേദഗതിയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. FERA 2026 എന്ന നിയമ ഭേദഗതിയാണ് എന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ നിർബന്ധിതനാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ നിയമത്തിൽ ഉണ്ടായേക്കാവുന്ന അല്ലെങ്കിൽ ഈ നിയമം കൊണ്ട് ഉണ്ടായേക്കാവുന്ന ചില ഗുണദോഷങ്ങളെ ഒന്ന് പരിശോധിക്കുക എന്നുള്ളത് മാത്രമാണ്. FCRA ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്നതാണ് ഈ FCRAയുടെ പൂർണ്ണരൂപം. മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വിദേശ സഹായ നിയന്ത്രണ നിയമം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം, നമ്മൾ മാത്രമല്ല ഇത്തരമൊരു നിയമം പാസ്സാക്കാൻ പോകുന്നത്. മറ്റു പല രാജ്യങ്ങളിലും ഇത് പാസ്സാക്കിയിട്ടുണ്ട്. അതിന് കാരണവുമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ നാട്ടിലെ ഒരു രോഗിക്ക് ചിലപ്പോൾ സഹായം വിദേശത്ത് നിന്നായിരിക്കാം ലഭ്യമാവുന്നത്. നമ്മൾ ക്രൗഡ് ഫണ്ടിങ് ഒക്കെ നടത്തുമ്പോഴും പലപ്പോഴും വിദേശത്ത് നിന്നടക്കം നമുക്ക് ആ രോഗികൾക്ക് വേണ്ടിയിട്ട് സഹായം ലഭ്യമാവാറുണ്ട്. അത്തരം സഹായങ്ങൾ ചെയ്യുന്ന ആളുകളിൽ പലരും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആളുകളായിരിക്കും. അത്തരക്കാരൊക്കെ ഇനി സഹായിക്കാൻ മടിക്കും എന്നുള്ള ഒരു പ്രശ്നം ഈ ഒരു നിയമ ഭേദഗതിയിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. പേര് വെളിപ്പെടുത്താതെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നവർ ഇനി അതിന് മുന്നോട്ട് വരാനുള്ള സാധ്യത ഈ ഒരു നിയമ ഭേദഗതി കാരണം ഇല്ലാണ്ടിയാവുകയാണ്. എന്നാൽ അതേ അവസരത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല, ഇത്തരം സഹായ കാര്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് കിട്ടുന്ന സഹായം എത്ര എന്നുള്ളതിൽ സുതാര്യത പലപ്പോഴും ഉണ്ടാവാറില്ല. അപ്പോൾ ഈ ഒരു നിയമ ഭേദഗതി കാരണം സുതാര്യത ഉറപ്പുവരുത്താനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ എതിർക്കാനും ഞാൻ തയ്യാറല്ല. ഒരേ സമയം രണ്ട് തോണിയിലും കാലിടേണ്ട അവസ്ഥയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നിയമത്തെ അനുകൂലിക്കാനും വയ്യ, പ്രതികൂലിക്കാനും വയ്യ എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ ഈ നിയമം കൊണ്ടുവരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ കാണുന്നത് ഇത്തരം സഹായങ്ങൾ വരുമ്പോൾ അതിലില്ലാതെ ഇരിക്കുന്ന സുതാര്യതയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു രോഗിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സംസ്ഥാനത്ത് തന്നെ ഉണ്ടാവുന്ന ഒരു ദുരന്തത്തിന് ഒരു കവചമൊരുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സഹായം ലഭ്യമാക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ സഹായം സ്വീകരിക്കാൻ മുന്നോട്ട് വരുന്നതെങ്കിൽ അതിന് കൃത്യമായൊരു കണക്ക് ബോധ്യപ്പെടുത്താൻ ഈ മുന്നോട്ട് വരുന്ന ആളുകൾ തയ്യാറായിരിക്കും. നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു ബോധ്യപ്പെടുത്തലൊന്നും പലപ്പോഴും കാണുന്നില്ല. അതായത് സഹായം നമ്മൾ സ്വീകരിക്കുന്നുണ്ട്, അതിൻ്റെ കൃത്യമായ കണക്ക് ചോദിച്ചാൽ അത് കാണിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. അതിപ്പോൾ ഒരു രോഗിക്ക് വേണ്ടിയിട്ടായാലും സംസ്ഥാനത്തെ ദുരന്തത്തിനായാലും ഒക്കെ മുൻകാല അനുഭവങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. ഏതെങ്കിലും ഒരു മാരക രോഗം ബാധിച്ച ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് സഹായം സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വിദേശത്ത് നിന്നടക്കം ഇപ്പോഴത്തെ കണക്കിൽ മലയാളികൾ സഹായഹസ്തം നീട്ടാറുണ്ട്. പക്ഷെ ആ സഹായഹസ്തം നീട്ടുന്നവര് വലിയ സമ്പാദ്യമുള്ളവരൊന്നും ആയിക്കൊള്ളുന്നില്ല. അപ്പം അത്തരക്കാരെങ്കിലും ബോധ്യപ്പെടുത്താൻ നമുക്കൊക്കെ കഴിയണം. അത് കഴിയുന്നില്ല പലപ്പോഴും എന്നുള്ളതാണ് വാസ്തവം. എന്താണ് രോഗം, അതിനുള്ള മരുന്ന് എന്താണ്, അതിന് എത്രത്തോളം ചെലവ് വരും, അത് കഴിഞ്ഞ് ആ മരുന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ രോഗി രക്ഷപ്പെടുമോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിലൊന്ന് ഇത്തരം സഹായം എത്തിക്കുന്ന ആളുകളിലേക്ക് കൈമാറാൻ പലപ്പോഴും കഴിയാറില്ല. അത് മാത്രമല്ല, ഇത്തരം രോഗികൾക്ക് കിട്ടുന്ന ഫണ്ടുകളിൽ നിന്ന് കുറച്ചെങ്കിലും തുക അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് പല ആളുകളും മുന്നോട്ട് വരുന്നത് നമുക്കറിയാം. അപ്പൊ അത്തരം ആളുകളെയൊക്കെ കണ്ടെത്താനും അവരെ ഈ തെറ്റിൽ നിന്ന്
പിന്തിരിപ്പിക്കാൻ മാത്രമല്ല ചെയ്ത തെറ്റിനെ ശിക്ഷിക്കാനുമൊക്കെ ഈ ഒരു നിയമ ഭേദഗതി സഹായം ആവും എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. എത്രത്തോളം ശരിയെന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം ഇത് പ്രാബല്യത്തിൽ വരണം. എന്നിരുന്നാൽ മാത്രമേ ഇതിൻ്റെ ഫലം എന്തെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയൂ. അത് മാത്രമല്ല, ഇത്തരം രോഗികൾ അവരുടെ അനുമതിയോടുകൂടിയാണോ ഈ സഹായത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മറ്റാളുകൾ ചെയ്യുന്നത് എന്നുള്ളത് കൂടി നമുക്കൊക്കെ ഒന്ന് ബോധ്യപ്പെടണം. കാരണം ഒരുപാട് നന്മമരങ്ങൾ ചമയുന്ന തട്ടിപ്പുകാർ ഉള്ള നാടാണ് നമ്മുടേത് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അത്തരം പല നന്മമരങ്ങളെയും പൊളിച്ച് കയ്യിൽ കൊടുത്ത ആളുകൾ കൂടിയാണ് നമ്മളൊക്കെ. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, ഇതിന്റെ സംസ്ഥാന തലത്തിൽ എടുത്തു നോക്കൂ. ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ അതിന് സഹായഹസ്തം നീട്ടുന്ന ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ ഈ സംസ്ഥാനത്തെ പല ആളുകളും തയ്യാറാവുന്നില്ല. സഹായഹസ്തം നീട്ടിയ ആളുകൾക്ക് പോലും വേണ്ടത്ര വിവരങ്ങൾ കൈമാറാൻ ഇവരൊന്നും തയ്യാറല്ല. അതെന്തുകൊണ്ടാണ്? എൻ്റെ ഒരു നിരീക്ഷണത്തിൽ സഹായഹസ്തം നീട്ടിയവരെ കൂടി പറ്റിച്ച ആളുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ കണക്കുകളൊന്നും പുറത്തേക്ക് വിടാൻ കഴിയാത്തത്. അതല്ലാന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വിടുന്നതിന് യാതൊരു വിധ തരത്തിലും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സം ഉണ്ടാവാൻ ഈ നിയമം കാരണമായേക്കാം എന്നുള്ളത് കൊണ്ടാണ് ഈ നിയമത്തെ പല ആളുകളും എതിർക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന പല സംഘടനകൾ അവരൊക്കെ വിദേശ സഹായങ്ങൾ സ്വീകരിക്കാറുണ്ട്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്, ഇല്ല എന്നും പറയാൻ പറ്റില്ല. സർക്കാരിനെ കൊണ്ടോ ഒന്നും കഴിയാത്ത പല കാര്യങ്ങളും ഇത്തരം സംഘടനകൾ ചെയ്യാറുണ്ട് എന്നുള്ള വസ്തുത നിലനിൽക്കെ തന്നെ പറയട്ടെ. ഇത്തരം സംഘടനകൾക്ക് വരുന്ന പണം എവിടെ നിന്ന് ആരയക്കുന്നു ഇതിനൊന്നും യാതൊരു വിധ തരത്തിലും തെളിവുകളോ മറ്റോ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട സുതാര്യത ഇല്ലാത്തിടത്തോളം കാലം ഇതൊരു കീറാമുട്ടി തന്നെയാണ്. കാരണം ഈ പണം വരുന്നത് നല്ല ഉദ്ദേശത്തോടു കൂടി ആണോ, നല്ല രീതിയിലാണോ എന്നുള്ളതൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഈ നിയമ ഭേദഗതിക്ക് കഴിയും എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അതല്ല എങ്കിൽ ഈ നിയമ ഭേദഗതി കൊണ്ട് യാതൊരുവിധ തരത്തിൽ ഗുണമില്ലെന്ന് മാത്രമല്ല ഒരുപാട് ദോഷങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ പ്രവർത്തിക്കുന്ന പല സംഘടനകളും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വിദേശ സഹായങ്ങളടക്കം സ്വീകരിക്കാറുണ്ട്. എന്ന് മാത്രമല്ല, ആ സഹായം സ്വീകരിക്കുന്ന സമയത്ത് അത് കൃത്യമായ വിനിയോഗം നടത്തുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ട പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്, നടക്കുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊരു നിയന്ത്രണം ഈ നിയമം കൊണ്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പോ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ തന്നെ പല അനാഥാലയങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് പല വിദേശ സഹായങ്ങളും വരാറുണ്ട്. അപ്പൊ ആ ഫണ്ടുകളൊക്കെ ആ അനാഥാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമാണോ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം തരാൻ അതിൻ്റെ നടത്തിപ്പുകാർ ബാധ്യസ്ഥരാണ്. പലപ്പോഴും അത് ചെയ്യാറില്ല എന്നുള്ള ഒരു വസ്തുതയും നമ്മൾ അംഗീകരിച്ചു വിട്ടുള്ളൂ. അപ്പൊ ആ വരുന്ന പണം വക മാറ്റി ചിലവഴിക്കുന്നു. അപ്പൊ അത്തരം കാര്യങ്ങൾ തീർത്തും തെറ്റാണ്. അപ്പൊ ആ ഒരു വശം വെച്ച് നോക്കിയാൽ ഈ നിയന്ത്രണം കൊണ്ടുവരുന്നത് വളരെയധികം നല്ലതായിരിക്കും. എന്നാൽ അതേ അവസരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
പബ്ലിസിറ്റി ആവശ്യമില്ലാത്ത ആളുകൾ സഹായിക്കുന്നത് നിന്നു പോകാനുള്ള സാധ്യതയും ഉണ്ട്. ഇനി മറ്റൊരു കാര്യം എടുത്ത് പരിശോധിച്ചാൽ കുറച്ചുകൂടി രൂക്ഷമാണ് ആ കാര്യം. അതായത് വിദേശത്ത് നിന്ന് നമുക്ക് ഫണ്ടുകൾ വരുന്നുണ്ട്. അതിൽ ചിലപ്പോഴൊക്കെ അത്തരം ഫണ്ടുകളൊക്കെ ഉപയോഗിക്കുന്നത് പലപ്പോഴും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് എന്നുള്ളത് ഒട്ടേറെ തവണ നമ്മുടെ നാട്ടിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പം ആ ഒരു കാര്യം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്ത് ഇരുന്നു കൊണ്ട് വിദേശത്ത് നിന്ന് സഹായം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ തകർക്കുക എന്നുള്ള ഉദ്ദേശം അതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. അപ്പം അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ ഈ നിയമ ഭേദഗതിയെ എതിർക്കുന്നുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ്. എന്നാൽ അതേ അവസരത്തിൽ ഈ ഒരു ഭേദഗതി കൊണ്ടുവരുന്നത് മറ്റുള്ളവരുടെ മേലെ കുതിര കയറാനാണെങ്കിൽ അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല എന്നുള്ളതും ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർക്കാരിനെ കൊണ്ടൊന്നും അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലെ പല കാര്യങ്ങളെ കൊണ്ടും സാധിക്കാത്ത പല കാര്യങ്ങളും ചെയ്യുന്ന, പല നല്ല കാര്യങ്ങളും ചെയ്യുന്ന ഒരുപാട് NGO അഥവാ സംഘടനകൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ പ്രവർത്തനത്തെ ഇത് ദോഷകരമായി ബാധിക്കും. കാരണം അവർക്ക് ഫണ്ടില്ല എന്നുണ്ടെങ്കിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പൊ ആ ഒരു പ്രവർത്തനം നിന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പല ആളുകൾക്കും, സഹായം ആവശ്യമുള്ള പല ആളുകൾക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ നിയമത്തെ എതിർക്കാതിരിക്കാനും കഴിയുന്നില്ല. നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് നല്ല സംഘടനകളുണ്ട്. പക്ഷെ അതേ അവസരത്തിൽ പലതും ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഈ രജിസ്റ്റർ ചെയ്യാത്ത സംഘടനകളിൽ പലതുമാണ് ഇത്തരം തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത്. അവർക്ക് വരുന്ന ഫണ്ടുകൾ തടയപ്പെടണം അതുകൊണ്ട് തന്നെ എന്നുള്ളൊരു അഭിപ്രായം കൂടി ഞാൻ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. അത്തരം സംഘടനകൾ നമ്മുടെ നാട്ടിൽ ആവശ്യമില്ല, അങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കാൻ നമ്മുടെ നാട്ടിൽ സൗകര്യമുള്ളപ്പോൾ എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യാതെ ഇരിക്കുന്നു? അതൊരു തട്ടിപ്പിനെ കൂട്ടുനിൽക്കുന്നത് പോലെയാണ്, അല്ലെങ്കിൽ തട്ടിപ്പിനുള്ള വഴി വെക്കുന്നത് പോലെയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് ഞാൻ. കാരണം ഇത്തരം സംഘടനകൾ വരുന്ന ഫണ്ടുകൾ മുഴുവൻ പല ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾക്കും അല്ലെങ്കിൽ പലപ്പോഴും സഹായം നൽകാതെ ആ ഫണ്ടുകൾ എടുത്തിട്ട് മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വിദേശത്ത് നിന്ന് സഹായം ലഭ്യമാക്കിയിട്ട് അത് എന്തിനു വേണ്ടിയിട്ടാണോ ലഭ്യമാക്കിയത് ആ കാര്യം പോലും ചെയ്യാതെ ഇരുന്നിട്ടുണ്ട് ഒരുപാട് തവണ. കാരണം ആ വന്ന കാശ് മുഴുവൻ വക മാറ്റി ചെലവഴിക്കുക എന്നുള്ള ഒരു പരിപാടി കാലങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. പിന്നെ ആ ഫണ്ടിനെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചോദ്യം ചോദിച്ച ആളെ കുറ്റക്കാരനാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകുന്നുമുണ്ട്, ഇനിയും ഉണ്ടാവുകയും ചെയ്യും. ആ ഉണ്ടാവുന്നത് തടയാൻ വേണ്ടിയിട്ട് ഈ നിയമത്തിന് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. എന്തു തന്നെയായാലും ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളെയും പരിഗണിച്ച് തെറ്റിദ്ധാരണകളൊക്കെ തിരുത്തുവാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവണമെന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളൂ.
എന്തു തന്നെയായാലും വിദേശ സഹായം സ്വീകരിക്കുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കണം. അതല്ലാതെ മോശം കാര്യങ്ങൾക്ക് ഒരിക്കലും വിദേശ സഹായം നമ്മൾ സ്വീകരിച്ച് നമ്മുടെ രാജ്യത്തിന് കളങ്കമുണ്ടാക്കാൻ നിൽക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.